പ്രൊഫസർ റോണി, നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ? ശ്രീ രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ ജയിച്ച ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്. അദ്ദേഹത്തിന് വരാനും വരാതിരിക്കാനുമുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ഇതിനകത്ത് അദ്ദേഹം വരണമെന്നോ വരണ്ട എന്നോ പറയുവാനുള്ള അവകാശം നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്കില്ല. കാരണം ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല, UDFന്റെ ഭാഗമല്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായി അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ശ്രീ റോണി, പ്രൊഫസർ റോണി, രാഹുൽ വരേണ്ടതില്ല എന്ന നിലപാടിലാണല്ലോ VD സതീശനുള്ളത്. പാർലമെന്ററി പാർട്ടി അംഗമല്ല, നിയമസഭയിൽ രാഹുൽ വരേണ്ടതില്ല എന്നുള്ള നിലപാട് VD സതീശൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം രാഹുൽ വരണമെന്ന് ഒരു വിഭാഗവും വാദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ വളരെ വ്യക്തമായി തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച നടപടി എന്താണെന്നുള്ളത് സ്പീക്കറിനെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLAയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. അല്ലാതെ ശ്രീ VD സതീശൻ ഒരിടത്തും ശ്രീ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരണ്ട എന്നൊരു അഭിപ്രായം പറഞ്ഞതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിലില്ല. ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ഒരിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസും UDFും സംഘടനാപരമായി എടുത്ത നടപടി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ക്രിസ്റ്റൽ ക്ലിയറായി ഇന്ന് കോൺഗ്രസിനെയും UDFിനെയും നയിക്കുന്ന രണ്ട് നേതാക്കളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ അകത്തോ UDFിന്റെ അകത്തോ അതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു ആശയക്കുഴപ്പവുമില്ല. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് മറ്റു ചില സ്ഥാപിത താല്പര്യക്കാരാണ്. അവർക്ക് ഞങ്ങളുടെ പാർട്ടിയുമായോ മുന്നണിയുമായോ യാതൊരു ബന്ധവുമില്ല. അതായത് ഈ സഭയ്ക്കുള്ളിൽ രാഹുൽ വരണം എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വരേണ്ട എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ല അല്ലേ? കാരണം ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. KPCCയുടെ ഒരു ഭാരവാഹിയോ ഒരംഗമോ 252 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയോ 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയോ 1000 മണ്ഡല കമ്മിറ്റിയുടെ ഒരു ഭാരവാഹികളോ ഒരു അഭിപ്രായവും വ്യത്യസ്തമായി പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പമില്ല. വളരെ മാതൃകാപരമായി ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ തീരുമാനിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ധാർമ്മിക ബോധത്തോടെയുള്ള നടപടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. നമുക്ക് പരിശോധിക്കാം വരും നിമിഷങ്ങളിൽ.